സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവവചനം പാലിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ദൈവവചനത്തിൽ ജീവിക്കുവാനുമുള്ളൊരു ആഹ്വാനമാണ്. കാരണം നമ്മളുടെ ജീവിതം ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവം, ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സൃഷ്ടിച്ചത്, പ്രപഞ്ചം മുഴുവനെയും നമ്മളെ ഉൽപ്പത്തിയിൽ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു. മുഴുവൻ വായിക്കുന്നില്ല. വീണ്ടും 6-ാമത്തെ വചനം, 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ദിവസം ദൈവം വീണ്ടും അരുളി ചെയ്തു. 2-ാം ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം വീണ്ടും പറയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു. ഓരോന്ന് സൃഷ്ടിക്കുവാനായിട്ട് 3-ാം ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം വീണ്ടും പറയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു. അതെ, 5-ാം ദിവസം പ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു പലപ്പോഴും, ദൈവത്തിൻ്റെ ഈ 1, 2, 3 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സോളാർ ഡേ അല്ല. സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസവും ദൈവം പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. കുഡ് ബി മില്യൺസ് ഓഫ് ഇയേഴ്സ്. ദൈവത്തിൻ്റെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ചിന്ത മനസ്സിൽ വെക്കുകയാണ്. അതുപോലെ തന്നെ 5-ാം ദിവസം കഴിഞ്ഞിട്ട് 6-ാം ദിവസം രാവിലെ വീണ്ടും ദൈവം വീണ്ടും അരുളി ചെയ്തു. എല്ലാ ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇവയെല്ലാം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനെയും ദൈവം 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ചത്. 6-ാം ദിവസം ദൈവമായ കർത്താവ് മനുഷ്യന് വേണ്ടിയുള്ള വചനം അയക്കുകയാണ്. മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാകട്ടെ ദൈവം അരുളിച്ച ശേഷം ഉൽപ്പത്തി 1:26 ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം നമ്മളെ സൃഷ്ടിച്ച വചനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ നമ്മൾ നിത്യതയിലും ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ദൈവത്തിൻ്റെ ഛായ. ദൈവം നിത്യനാണ്, ദൈവം അമർത്യനാണ്. ഈശോ പറഞ്ഞാൽ ആൽഫായും ഒമേഗായുമാണ്, ആദ്യനുമാണ്, അന്ത്യനുമാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ ഒരിക്കൽ അവസാനിക്കാത്ത ഒരു ജീവിതം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായ സാദൃശ്യം നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, നമ്മുടെ ഈ ശരീരത്തോടും മനസ്സിനോടും ചേർന്ന് നിൽക്കുന്ന ആത്മാവിനെ ദൈവം നമുക്ക് നൽകുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അപ്പനും അമ്മയും നൽകിയതല്ലത്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ രൂപവും നമ്മുടെ കണ്ടാൽ അവരെ പോലെ, അപ്പനെ പോലെ, നമ്മുടെ സ്വരം അവരെ പോലെയാണ് അല്ലെ, നമ്മുടെ കണ്ടാൽ അവരെ പോലെ ഇരിക്കുന്നോളും. നമ്മുടെ ആത്മാവ് ദൈവത്തെ പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദൈവത്തെ പോലെയാണ്. നമ്മുടെ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ബാഹ്യമായ നിറം എന്താണെങ്കിലും ഉള്ളിലെ ആത്മാവിൻ്റെ രൂപം എല്ലാവരുടെയും ഒന്നാണ്. ഈ ഒരു അറിവിലേക്കാണ് വരേണ്ടത്. ഏറ്റവും ചെറിയവനെന്നോ വലിയവനെന്നോ ഏത് ഭാഷക്കാരനെന്നോ ദേശക്കാരനെന്നോ ഇല്ലാതെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, ആ ചൈതന്യം, ആത്മാവ്, അത് ദൈവത്തിൻ്റെതാണ്. ഒരു വീട്ടിലെ മക്കളെല്ലാം കണ്ട് ഒരുപോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ദൈവപിതാവിൻ്റെ മക്കളായ നമ്മൾ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും ആത്മാവ് ഒരുപോലെയാണ്, ഒരേ കാഴ്ചപ്പാടാണ്, ഒരേ രീതിയിലാണ്. അവിടെ ആ ദൈവം സകലത്തിൻ്റെയും പിതാവാണ് എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. മനുഷ്യവർഗം മുഴുവനെയും, ലോകമെമ്പാടുള്ള മനുഷ്യവർഗം മുഴുവനെയും നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ച ദൈവഹിതം, ദൈവത്തിൻ്റെ ആജ്ഞ, അല്ലെ ദൈവത്തിൻ്റെ, നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നാണ് വളരെ എളുപ്പം മനസ്സിലാക്കാൻ. ഒരു പ്രോഗ്രാം അനുസരിച്ചാണ് ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതൊരു മെഷീനറിയോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇന്ന് കമ്പ്യൂട്ടർ ഏജിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. അപ്പം അതിനകത്തൊരു പ്രോഗ്രാം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പ്രവർത്തിച്ചുകൊള്ളൂ. ദൈവം നമ്മൾ നിക്ഷേപിച്ച പ്രോഗ്രാമാണ് ദൈവവചനം. ദൈവത്തിൻ്റെ വചനം നമ്മളുള്ളത് കൊണ്ട് ആ വചനം
പാലിക്കാനായിട്ട് നമുക്ക് മാത്രം പ്രത്യേകം തന്നിരിക്കുന്നത് നിനക്ക് ഇല്ലേ? എല്ലാ ജീവജാലങ്ങളും നമ്മൾ നേരം വെളുത്ത് ഈ പ്രഭാതം ഉണ്ടായി, നമുക്കറിയാം കുറേ കഴിയുമ്പോൾ സൂര്യപ്രകാശം ഉണ്ടാകും, നമുക്ക് ജോലിക്ക് പോകണം, അല്ലെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അറിയുന്നു. കാരണം എല്ലാ ദിവസവും അങ്ങനെയാണ്. കാരണം ദൈവവചനത്താൽ അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രാവും പകലും സൂര്യനും ചന്ദ്രനക്ഷത്രങ്ങളൊക്കെ ദൈവം അരുളിച്ചത്, ഞാൻ പറഞ്ഞു, ദൈവം അരുളിച്ചത് ആ വചനം, ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതെല്ലാം അതിൻ്റെ നിശ്ചിത മാർഗത്തിൽ ചരിക്കുകയാണ്. നമ്മൾ കത്തോലിക്ക ബൈബിളിലുള്ള പ്രഭാഷകൻ എന്ന പുസ്തകമുണ്ട്. കത്തോലിക്ക എന്ന് പറയാൻ കാരണം അത് സമ്പൂർണ്ണ ബൈബിളിൽ മാത്രമുള്ള പുസ്തകമാണ് പ്രഭാഷകൻ, സിറാക്ക്. അവിടെ നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്. പ്രഭാഷകൻ 43 ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. ദൈവം പ്രഭാഷകന് 43 ഒരു വചനം ഇങ്ങനെ പറയാണ്, 26 ദൈവം സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. പ്രപഞ്ചവും പക്ഷികളും ജീവജാലങ്ങളും വന്യമൃഗങ്ങളും കന്നുകാലിയും അല്ലെ എല്ലാം അതിൽ ആ ദൈവവചനം അതിന് സ്വതന്ത്രമായ ഒരു മനസ്സില്ല, സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കുക. വചനം പാലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് ദൈവം അതിൽ നിക്ഷേപിച്ച ആ പ്രോഗ്രാം, ആ വചനം, അതിനെ ഇന്നും അതുപോലെ അല്ലേ എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളും. നമ്മളിപ്പോൾ ഈ വിന്റർ കഴിഞ്ഞിപ്പോൾ സ്പ്രിംഗ് ടൈം ആയപ്പോൾ എത്ര മനോഹരമാണ്, എവിടെ നോക്കിയാലും നല്ല പൂക്കളുകളാണ്. അല്ലെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ തണുപ്പുള്ള ദേശത്തുമൊക്കെ കാണാം, മണ്ണിൻ്റെ അടിയിലായിരുന്ന ട്യൂലിപ്സ് ഒക്കെ കിളുത്തു വന്ന് എത്ര മനോഹരമാണ്. സ്പ്രിംഗ് ടൈം എത്ര മനോഹരമായിട്ടാണ് അത്. അതിനോട് ആരാ പറഞ്ഞത് സമയമായി എന്ന്? അതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവവചനം അതിനെ ഉണർത്തി. ദൈവത്തിൻ്റെ വചനത്താലെല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നെന്ന് പ്രഭാഷകൻ 43:26 പറഞ്ഞതുകൊണ്ടാണ്. അപ്പം മനുഷ്യൻ മാത്രമാണ്. നമുക്ക് ദൈവത്തിൻ്റെ സാദൃശ്യമായതുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ പോലെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അല്ലാതെ വന്യമൃഗങ്ങളോ ജീവജാലങ്ങൾക്കോ ഒന്നും ഇന്ന് വചനം പാലിക്കും, ഇന്നലെ വചനം പാലിച്ചില്ല, ഇന്ന് പാലിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അവരെല്ലാം വചനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി പറയത്തില്ല ഇന്ന് ഞാൻ കറങ്ങുന്നില്ല, ഇന്നലെ കറങ്ങി മടുത്ത, ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കുക, ഇന്ന് എനിക്ക് എൻ്റെ വീക്ക് ഡേ ആണ്, എൻ്റെ ഡേ ഓഫ് ആണെന്ന് ഭൂമി പറയുന്നില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം അതിന് നിശ്ചിത മാർഗത്തിൽ ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും അവിടെ ദൈവം മനസ്സിൽ കണ്ടത്. ഉൽപ്പത്തിയിൽ 1 തൊട്ട് 6 വരെയും പറഞ്ഞ 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് ദൈവം അയച്ച ആജ്ഞ, കൽപ്പന ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അല്ലെ എത്രയോ യുഗങ്ങളാണ്, അല്ലെ നൂറ്റാണ്ടുകൾ, അല്ലെ നമ്മൾ കോടിക്കണക്കിന് വർഷം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ടായത് ഒത്തിരി വർഷങ്ങളൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നവരൊക്കെ ഒത്തിരി മുമ്പാണ്. ബില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നൊക്കെ അവർ പറയുന്നില്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ. അത് സയൻറ്റിഫിക് തെളിവോടൊക്കെ പറയുമ്പോൾ അതുള്ളതാണ്. കാരണം ദൈവത്തിന് ഈ 6 ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസവും നമ്മൾ പറയുന്നത് രാത്രിയിലെ 1000 വർഷം, നമ്മുടെ 1000 വർഷം ദൈവത്തിന് രാത്രിയിലെ ഒരു യാമം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസവും 1000 അല്ല 10,000 കണക്കിന് വർഷങ്ങളായിട്ടാണ് ഒരു ദിവസത്തെ ആദ്യത്തെ സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് 10,000 അല്ലെ കോടി വർഷം കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ സൃഷ്ടികർമ്മം ഉണ്ടായത്. ഓരോ ദിവസവും എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1-ാം ദിവസവും 2-ാം ദിവസവും ഒക്കെ ദൈവം പറയുമ്പോൾ അതിന് വരുന്നു. വീണ്ടും നമ്മളെയാണ് ദൈവത്തിൻ്റെ ഉൽപ്പത്തി 1:26 ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മളെയാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. പക്ഷെ ദൈവം എപ്പോഴും വചനം പാലിക്കുന്നു. പ്രഭാഷകൻ വീണ്ടും പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 15 ഇങ്ങനെ പറയുന്നുണ്ട്. പ്രഭാഷകൻ 15 മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ നമുക്ക് മാത്രം കേട്ടോ, മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, മറ്റൊന്നിനും ഇല്ലാത്ത ഒരു പ്രത്യേകമായ രീതിയാണ് നമുക്ക്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്.
കർത്താവ് തൻ്റെ ഭക്തരെ എന്ന് പറയുമ്പോൾ ദൈവവചനം പാലിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം പാലിച്ചാൽ മനുഷ്യൻ ഉത്കർഷം പ്രാപിക്കുമെന്ന് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ പ്രോഗ്രാം എന്താ? ഇന്നലെ നമ്മൾ ചിന്തിച്ച നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ അത് നാശത്തിനുള്ള നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതി, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി. നമ്മളെക്കുറിച്ചുള്ള പ്രോഗ്രാം, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രോഗ്രാം അതാണ്. നമ്മൾ ആ മനസ്സ് വെച്ചാൽ, നമ്മൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്താൽ അല്ലേ, അവിടുന്ന് ആണ് തൻ്റെ ഭക്തരെന്ന് പറഞ്ഞത്. അവിടുന്ന് കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. എല്ലാം അറിയുന്ന ദൈവം മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും, നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചിന്തകളെയും ദൈവം അവിടെ നടന്നു. വീണ്ടും പറയാണ് പ്രഭാഷകൻ 15:20, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല. പക്ഷെ സാത്താന്റെ വാക്ക് കേട്ടാണ് ആദ്യമായി മനുഷ്യർ ഏദൻ തോട്ടത്തിൽ ഹവ്വായും ആദവും പാപം ചെയ്തത്. സാത്താൻ പറഞ്ഞ വാക്ക് കേട്ടാണ്. ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച്, അല്ലെങ്കിൽ ദൈവവചനം ലംഘിച്ചിട്ട് ലോകമോഹങ്ങളുടെ പിന്നാലെ മോഹങ്ങൾ ഉള്ളിക്കൊടുത്തപ്പോൾ അതിന്റെ പിന്നാലെ പോയി ദൈവത്തെ മറന്ന്, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വചനം മറന്നിട്ട് സാത്താന്റെ വചനം അനുസരിച്ച് പോയപ്പോഴാണ്, അതിനാണ് പാപം എന്ന് പറയുക. അതാണ് ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം നമ്മൾ ഈ ദൈവവചനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം ലംഘിച്ച, പാപം ചെയ്ത് നമ്മൾ അനുദപിക്കുന്ന, ദൈവവചനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. നമ്മളതിനായി ദൈവം സഭ നമ്മളെ പ്രത്യേകം വിളിക്കുകയാണ്, മടങ്ങി വരിക. റിട്ടേൺ ടു ഗാഡ് എന്നാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികെ വരിക. യേശുവും വിളിച്ചു പറഞ്ഞോ, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ സാത്താന്റെ ശക്തിയിൽ നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ യേശു കാൽവരിയിൽ നമുക്കായി നേടിയ ആ സ്വാതന്ത്ര്യം, നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പൗലോസ് റോമർ 7 പറഞ്ഞ്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്, അതിൽ നിന്നും ആരെന്നെ മോചിപ്പിക്കും? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു. തൻ്റെ തന്നെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവത്തെ പോലെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധ മനസ്സ് വെച്ചാൽ, മാനസാന്തരം, മനോഭാവത്തിന് മാറ്റം അതാണ്. മനസ്സ് വെച്ചാൽ, നല്ല മനസ്സാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. കാരണം എന്താ? അത്രമാത്രം ശക്തമാണ് തിന്മയുടെ സ്വാധീനം. നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല, എന്താ ഇവരിങ്ങനെ, ഇവർക്ക് മാറാൻ പറ്റില്ലേ? അവരത് മനഃപൂർവ്വമല്ല. അവരുടെ ഉള്ളത്തെ അവർക്ക് ആഗ്രഹമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയിൽ ആഗ്രഹിക്കാതെ തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപം, അല്ലെങ്കിൽ നമ്മളെ അടിമകളാക്കി, അടിമത്തം അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കും, പറ്റുന്നില്ല. പറ്റാത്ത അവസ്ഥയിൽ അവിടെയാണ് ദൈവമേ, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ചിന്തകളും ഒക്കെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ അടിയറ വെക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിനെ ഇനി തിന്മയല്ല നയിക്കേണ്ട ദൈവമേ, അങ്ങ് നയിക്കാൻ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ. ദാവീദ് പാപം ചെയ്ത് സാത്താന്റെ അടിമത്തിലേക്ക് പോയ ദാവീദിന്റെ മനസ്സിൽ പാപം ചെയ്യാൻ പ്രേരണ കൊടുത്ത ആ ദുഷ്ടാരുവിയെ പുറത്താക്കാൻ വേണ്ടി ദാവീദ് ദൈവത്തിന് മുമ്പിൽ തന്റെ ശരീരത്തെ, മനസ്സിനെ അടക്കി, തലയിൽ ചാരം ബദലി, തന്റെ കണ്ടാൽ കോമളനായിരുന്നു എന്നാണ് പറഞ്ഞത് ദാവീദ്. അഹങ്കാരം ഉണ്ടായിരുന്നു. അത് വലിയ സുന്ദരനാണ്, ആരെയും വീഴ്ത്താമെന്നുള്ള ഒരു ധാരണ ഉള്ളിലുള്ളതുകൊണ്ട് അതിൽ പോയാണ് ഒരാളുടെ ഭാര്യയായിരുന്ന ബേത്ഷീബയെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് ബലാത്സംഗം ചെയ്തിട്ട് അവളെ ഗർഭിണിയാക്കിയിട്ട് അവളുടെ ഭർത്താവിനെ കൊല്ലിച്ച ദാവീദ് എന്തെല്ലാമാണ് ചെയ്തത്. അവിടെയാണ് ദാവീദ് അനുദപിക്ക് ദൈവത്തിന് മുമ്പിൽ ദൈവമായ കർത്താവ് നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ വാക്ക് നീ ലംഘിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കും. നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിയുകയില്ല എന്ന് പറഞ്ഞു. അവിടെ ദാവീദ് വാള് മാറാൻ, ശിക്ഷ മാറാൻ വേണ്ടി ദാവീദ് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെ അടക്കി, സൗന്ദര്യമുള്ള തൻ്റെ ശരീരത്തിൻ്റെ തലയിൽ ചാരം വെതറി ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട്
അവിടെ തപസ്സരിക്കുന്ന ദാവീദിനെ നമ്മൾ 51 നമ്മൾ എല്ലാ ദിവസവും വായിക്കും. 51 സങ്കീർത്തനം. അവിടെയാണ് ദൈവമേ, നിന്റെ നിർമ്മലമായൊരു മനസ്സെനിക്ക് തരണമേ, നിന്റെ നവചൈതന്യം, പാപം ചെയ്യാതിരിക്കാനുള്ള നിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നന്മ ചെയ്യാൻ എനിക്ക് നല്ല മനസ്സ് തരുന്ന മനസ്സ് വെച്ചാൽ എൻ്റെ മനസ്സെന്നെ ഒരിക്കലും നന്മ ചെയ്യാൻ അനുവദിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യാൻ എനിക്ക് മനസ്സ് നൽകുന്ന, എനിക്ക് ശക്തി നൽകുന്ന, എൻ്റെ മനസ്സിന് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. ആ പരിശുദ്ധാത്മാവിനെ എല്ലാം എടുത്തു കളയരുതേ. നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു ആഗ്രഹമാണ്. ദൈവമേ, ക്ഷമിക്കാൻ പറ്റുന്നില്ലപ്പാ, മടുത്തുപോയി. എന്നാലും നിന്റെ കാൽവരി സഹനത്തിൽ നീ മടുത്തു പോകാതെ നിന്നെ വേദനിപ്പിച്ച് അവരല്ല, സാത്താനാണത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ വേണ്ടിയെടുത്ത ആ ഒരു മനസ്സ് എനിക്കും തരണമേ കർത്താവ്. അതാണ് നമ്മളുടെ ഈ പ്രാർത്ഥന, ഈ നോമ്പില് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. അവരല്ല സാത്താനാണ് അവരെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അവരെന്നോട് നന്നായിട്ട് പെരുമാറിയനെ. ഞാനിന്ന് അവരിൽ നിന്ന് അനുഭവിക്കുന്ന ഈ പീഡയൊന്നും അവരല്ല. അവരോട് ക്ഷമിക്കണേ. അപ്പോൾ അവരെ എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പറയാൻ. ദൈവവചനം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. ദൈവവചനം സാത്താന് ദുരാത്മാവ് ഉള്ളിൽ കയറിക്കൊണ്ട് ദൈവവചനത്തിൽ പാപം ചെയ്യുന്ന അങ്ങനെയാണ്. ദൈവവചനത്തെ മാറ്റിക്കൊണ്ട് സങ്കീർത്തകന് പറയുന്നുണ്ട്. 107 സങ്കീർത്തനത്തില് പല കാര്യങ്ങൾ പറയുന്നതിൽ പ്രത്യേകമായിട്ട് സങ്കീർത്തനം 107:17 പറയുന്നുണ്ട്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. നല്ല ആരോഗ്യത്തോടെ ജീവിക്കേണ്ടവരായിരുന്നു നമ്മൾ. എന്നാൽ ഈ തിന്മയുടെ സ്വാധീനം നമ്മളിൽ ഉള്ളത് കൊണ്ട് അല്ലെ, ഒരാൾ നമ്മളോട് എന്തെങ്കിലും നമ്മൾ ദേഷ്യവും വാശിയും വൈരാഗ്യവും വെറുപ്പും, എങ്ങനെയാ അവരോട് ക്ഷമിക്കുന്നു? അവരെന്നോട് ഇങ്ങനെ ചെയ്തു, എനിക്ക് അവരെ കാണണ്ട, അവരോട് എനിക്ക് വെറുപ്പാണ്. നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് വെറുപ്പിൻ്റെ ദുരാത്മാവ് കയറി മറ്റൊരാളുടെ അവിടെയാണ് നമ്മുടെ മനസ്സ്. യേശു തന്നെ വേദനിപ്പിച്ചവർ സാത്താൻ വിചാരിച്ചു യേശുവിൻ്റെ മനസ്സിൽ ഈ ദുരാത്മാവിനെ കയറ്റിയാൽ യേശുവിൻ്റെ ശക്തി കളയാമെന്ന്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ എന്ന് നമ്മൾ വിളിക്കാൻ അവൻ്റെ ഉള്ളിൽ സ്നേഹം നിലനിന്നത് കൊണ്ടാണ്. അവൻ കാൽവരിയിലെ ഏശയ്യായുടെ പ്രവചനം നിറവേറി അതികഠോരമായ അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവന്റെ രൂപം വികൃതമായി പോയി. മനുഷ്യൻ്റെതായിരുന്നില്ല. അവൻ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി നമ്മുടെ വികൃതമായ രൂപം അവന്റെ മേൽ ഏറ്റെടുക്കുകയായിരുന്നു. പാപനിമിത്തം സാത്താൻ നമ്മുടെ മേൽ വരുത്താനിരിക്കുന്ന നിത്യനാശവും ശിക്ഷയും നമുക്ക് വരാനിരുന്ന എല്ലാ രോഗങ്ങളും ശാപങ്ങളും ഒക്കെ അവന്റെ മേൽ ഏറ്റെടുത്തപ്പോൾ അവൻ വികൃതനായിപ്പോയി. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവൻ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ നശിക്കാതിരിക്കാൻ ആ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. അവിടെയാണ് നമുക്ക് വിടുതൽ, അല്ലേ? ആ പാപകരമായ മാർഗങ്ങൾ, എല്ലാ രോഗങ്ങളും അങ്ങനെ അല്ല കേട്ടോ. എല്ലാ രോഗങ്ങളും പാപം ചെയ്തുകൊണ്ടൊന്നുമല്ല. വിശുദ്ധി ജീവിക്കുമ്പോഴും നമുക്ക് പീഡകളുണ്ടാകും. കാരണം ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു, കൊച്ചേശ്ശ പുണ്യവതിക്ക് ക്ഷയരോഗമായിരുന്നു. അൽഫോൺസാമ്മയ്ക്ക് അങ്ങനെ മരിച്ചതും അങ്ങനെയാണ്. അല്ലെങ്കിൽ വിശുദ്ധര് പലതരത്തിൽ സാധനങ്ങളുമാണ്. തല വെട്ടപ്പെട്ടു അനേകരുടെ. ഈ ഭൂമിയിലെ എല്ലാം ഒന്നും നമുക്ക് എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും ഈ ഭൂമിയുടെ ഒന്നും നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും ഈ ഭൂമിയിൽ ലഭിക്കണമെന്നില്ല. നിത്യത നമുക്ക് ഉറപ്പാകും. കാരണം നമ്മൾ നിത്യതയിൽ എന്നും ദൈവത്തോടൊപ്പം ആ പർദീസായിൽ നമ്മളെ ദൈവം മനസ്സിൽ കണ്ട ആ സ്വപ്നം നിത്യതയിൽ ആത്മാവില് എന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ മനോഹരമായ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ ഒരു കാര്യം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സഹനമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നോക്കുക. നമ്മളുടെ ഈ കാണുന്ന കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ഒക്കെ നന്മ ദൈവത്തെ അറിയുന്നവരായി അവിടെ കാണപ്പെടാൻ വേണ്ടിയാണ്. നമുക്ക് അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിന്ന് സഹിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയ ജീവിത പങ്കാളിയോ നമ്മുടെ ദൈവം നമ്മളെ ചേർത്ത് വെച്ച്, ഞാൻ പലപ്പോഴും പറഞ്ഞു, വിവാഹം എന്നൊക്കെ പറഞ്ഞ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഒരു കുടുംബം തന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതിൽ പല കാര്യങ്ങളുണ്ട്, നമ്മളത് സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ അതെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് നിത്യതയിൽ നാം എത്താൻ വേണ്ടി. അനേകം മനുഷ്യർ നിത്യതയിൽ, ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യരും നിത്യതയിൽ എത്താൻ വേണ്ടിയാണ് ദൈവം ഒരു കുടുംബമാക്കി ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നതൊന്നും അന്നല്ല എന്നും. ഏകനായ സാത്താന്റെ കയ്യിൽപ്പെട്ട്
നശിച്ചു തകർന്ന് സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പത്രോസ്ലിഹായോട് ഈശോ പറഞ്ഞ വാക്കാണത്. ലൂക്ക 22 യേശു പറയാണ്, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നല്ലേ പാറ്റാൻ. ഇന്ന് നമ്മൾ തിരിച്ചു വരണം. അനുഭവിച്ച മറ്റനേകരെ നമ്മളുടെ ഈ ജീവിതം, നമ്മുടെ ഈ കൂട്ടായ്മ ഏതാണ്? നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹം അനേകര് ലോകമങ്ങനെ സാത്താൻ പല രീതിയിൽ നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് തിരികെ വരാനുള്ള ദൈവത്തിന്റെ ഒരു സംവിധാനമാണ് തിരുസഭ. തിരുസഭയുടെ ഉള്ളിൽ നമ്മൾ അനേക സംവിധാനങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ. ഞാൻ പറയും, നമ്മളാരും തുടങ്ങി വെച്ചതല്ല, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന് ഞാൻ പറയും. നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആഗോള സഭയിൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് നന്ദി പറയുന്നു. സാലിയെയും പൈസിനെയും ജോലച്ചനെയും ലീസായൊക്കെ നന്ദി. എല്ലാ കാര്യങ്ങളെയും ഈശോ ദൈവകൃപയാൽ ദൈവവചനത്തിലേക്ക് വന്ന ആ ഒരു കുടുംബം ഇത് നമ്മളെ ഓർപ്പിച്ചത് എന്താണ്? നമുക്ക് സങ്കീർത്തനം 27 4-ാമത്തെ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. വായിച്ചതിൽ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം. പരിശുദ്ധ അമ്മ അതാണ്, വേറെ ഒന്നും വേണ്ട. നിന്റെ വചനം എന്നിൽ നിറവേറിയാൽ മതി, വേറൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. നിന്റെ ആഗ്രഹം എന്താണോ? നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്ത് വചനമാണോ നീ എന്നിലേക്ക്, എന്ത് പ്രോഗ്രാമാണോ നീ എന്നിലേക്ക് നിക്ഷേപിച്ചത്, അത് നിറവേറാൻ ഞാൻ എൻ്റെ ജീവിതം സമ്പൂർണമായും ഞാൻ പലപ്പോഴും പറയാനാണ്. നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി ആശകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ട്. നമ്മുടെ മാനുഷികമായിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ നമ്മുടെ ആശ തീരുന്നത് വരെ ഒന്ന് ജീവിച്ചാൽ മതി. നമ്മുടെ ആശകളൊക്കെ തീരുന്നത് വരെ ഒന്ന് ജീവിച്ചാൽ മതി എന്നാണ് നമ്മുടെ മാനുഷികമായ നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്ലാന്. ദൈവം പറയുന്നത്? ദൈവം പറയും, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തി എന്നോടൊപ്പം നിത്യതയിലായിരിക്കാനാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ. അത് ദൈവത്തിൻ്റെ പ്ലാൻ. എന്നാൽ സാത്താനുകൊണ്ട് പറയുന്ന അവരെ നമ്മൾ നശിപ്പിച്ച് നരകക്കുഴിയിലിട്ട് അവൻ്റെ അടിമകളാക്കി നമ്മളെ നിത്യമായി പീഡിപ്പിക്കാനുള്ള ഒരു പ്ലാനും സാത്താനുണ്ട്. ഇങ്ങനെ 3 പ്ലാനുകളാണ് നമ്മൾ നേരിടുന്നത് ലോകത്തിൽ. നമ്മുടെ പ്ലാനുകൾ മിക്കവാറും നടക്കാറില്ല. നമുക്കറിയാം. ആരോട് ചോദിച്ചാൽ പറയുന്നു, കുറച്ചൊക്കെ നടന്നു, ബാക്കിയൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ പ്രയാസമാണ് ഇപ്പോഴും. നമ്മുടെ പ്ലാനുകളെല്ലാം നടക്കുന്നത് എന്നുള്ള അതാണ് ജ്ഞാനം. നമ്മുടെ പ്ലാനുകളെല്ലാം നമ്മളെ സൃഷ്ടിച്ച എല്ലാം അറിയുന്ന നമുക്ക് നിത്യത നൽകാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്ലാനാണ് ദൈവം നടപ്പാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേ നടപ്പാകുള്ളൂ. കാരണം സർവത്തിന്റെയും കർത്താവും സൃഷ്ടാവുമായ ദൈവം എന്താണോ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അത് നടപ്പാക്കാൻ നമ്മൾ ആ വചനത്തിൽ മാറിപ്പോയാലും, സംഗീതം 107 പറഞ്ഞതാണ്, അവരുടെ ജീവിത ഭാരം കൊണ്ട് അവർ വചനം തെറ്റിച്ച് പാപകരമായ മാർഗങ്ങൾ പിന്നെ ചിലർ രോഗികളായി തീർന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്ത് മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അവർ നിലവിളിച്ച് തമ്പുരാന്റെ മുമ്പിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അയച്ച വചനം അവർ സ്വീകരിച്ചു. ധ്യാനം കൂടുന്നതായിരിക്കാം, കുമ്പസാരിക്കുന്നതായിരിക്കാം, ദൈവത്തിന്റെ ഹൃദയത്തിന് മുമ്പിൽ അടിയറ വെച്ചു. നിന്റെ വചനം പാലിക്കാൻ ഉടമ്പടി എടുക്കാന്നൊക്കെ നമ്മൾ പറയുന്ന ദൈവവചനത്തിലേക്ക് തിരികെ വന്നു. ദൈവവചനം ലംഘിച്ചത് ദൈവവചനം പാലിക്കാനായിട്ട് നാം തിരികെ വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. ദൈവം തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവത്തിന്റെ മനസ്സ് വെച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ചിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവിക പദ്ധതിയിലൂടെ പോകും. പക്ഷേ നമ്മൾ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആശകളെ ഫോളോ ചെയ്തുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് പലപ്പോഴും നാം അറിയാതെ സാത്താന്റെ കെണിയിൽ ചെന്നപ്പെട്ടു. അവിടെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് വരാൻ ദൈവം ക്രമീകരിച്ച ഒരു വഴി ഏതും ആകട്ടെ, അനേക ജീവിതം ഏത് ദേശത്ത് എവിടെയും അല്ലേ, എല്ലാ ലോകമെമ്പാടുള്ള മനുഷ്യരെ പല രീതിയിൽ ദൈവം തന്റെ വചനത്തിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വചനത്തിലേക്ക് വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ആ വചനം അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടി, അവർക്ക് സൗഖ്യം കിട്ടി. അതിന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി.
നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. ഇതാണ് നടക്കുന്നത്. ദൈവവചനം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ തകർച്ച. അത് രോഗമെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ കുടുംബ പ്രശ്നമെന്നോ എന്തുമാകട്ടെ, നമ്മളത് മറ്റുള്ളവരെ പലപ്പോഴും നമ്മൾ എൻ്റെ കുഴപ്പമൊന്നുമില്ല, ഇല്ല, നമ്മുടെയും കുഴപ്പമുണ്ട്. വിശുദ്ധ മോനിക്ക പുണ്യവതി വചനം പാലിച്ചുകൊണ്ട് നിന്ന് ആ കുടുംബത്തെ മുഴുവനും വീണ്ടെടുത്ത പോലെ നമുക്ക് വേണേൽ പരാതി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവനും പരാതി പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പനെ തൊട്ട് അമ്മയെ തൊട്ട് അവർ മൂലമാണ് എനിക്കങ്ങനെ പറ്റിയത്, അല്ലേ? അത് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല. അവരുടെ ആലോചന ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് പറയുവാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ നമ്മുടെ ജീവിതത്തിലോ ജോലിയിലോ എല്ലായിടത്തുമായിട്ട് നമുക്കിങ്ങനെ എപ്പോഴും പരാതി പറഞ്ഞു. എന്നാൽ പൂർണ്ണമായ ദൈവമേ, നിന്റെ വചനം, നിന്നെക്കുറിച്ചുള്ള വചനം നിറവേറുമെന്നുള്ള പൂർണ്ണമായും എല്ലാവരോടും ക്ഷമിക്കാൻ, വചനം പാലിക്കാൻ എപ്പോഴും പറഞ്ഞില്ല, സ്നേഹമാണ് നമുക്ക് തന്നിരിക്കുന്ന വചനം. കാണപ്പെട്ട 10 കൽപ്പനകൾ അത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തോടും മറ്റുള്ള മനുഷ്യരോടുള്ള സ്നേഹം പുനഃസ്ഥാപിച്ചാൽ മതി. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിയുള്ളൂ, ദൈവവുമായിട്ട് അടുത്തു വരിക, ദൈവവചനം പാലിക്കുക. മറ്റുള്ളവരെ നമ്മൾ അറിയാതെ സാത്താൻ നമ്മളെ ശത്രുക്കളാക്കി വെച്ചിട്ടുണ്ട് അനേകരെ. അവരുമായിട്ട് അനുരഞ്ജനപ്പെടുക, ക്ഷമിക്കുക. ദൈവവചനം പൂർത്തീകരണമാണ്, സ്നേഹമാണ് നമ്മൾ നിറവ്. ഞാൻ പറഞ്ഞു, യേശു കാൽവരിയിൽ സാത്താനെ പരാജയപ്പെടുത്തത് സ്നേഹം നിലനിർത്തിക്കൊണ്ട്, വേറൊന്നുമല്ല, ഒരു അത്ഭുതവും ഇല്ല അവിടെ, സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അയച്ച വചനങ്ങളിലേക്ക് തിരികെ വരുവാൻ, അതിനാണ് ഈ നോയമ്പ്, അതിനാണ് ഈ സ്വയം ഇല്ലാതായി തിരികെയാണ് നമ്മളത് ആദ്യം ചെയ്യേണ്ടതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ഇല്ലാതായി തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തുകൊണ്ട്, ഈ സഹനം ഇത് എനിക്ക് ആരും തന്നല്ല, എൻ്റെ ഭർത്താവ് തന്നതല്ല, എൻ്റെ ഭാര്യ തന്നതല്ല, എൻ്റെ അമ്മായിപ്പനോ അമ്മായിമ്മയോ നാത്തൂനോ തന്നതല്ല, എൻ്റെ ജോലിയിലെ സൂപ്പർവൈസർ തന്നതല്ല, എൻ്റെ ജീവിതത്തിൽ ഇത് ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കാതെ ദൈവം എന്നെ എൻ്റെ കുടുംബത്തെയും തിരികെ വിളിക്കുന്ന ഒരു അനുഭവമാണ് ഈ സഹനം. അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ മത്തായി 5 യേശു പറഞ്ഞില്ലേ, 43 തൊട്ട് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആത്മാവിനെ തിരിച്ചറിയാൻ, നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിലുള്ള ആത്മാവിനാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു. ആ പാപിയുടെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അവരുടെ പ്രവൃത്തിയെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ആത്മാവിനെ മോചിപ്പിക്കുന്ന ക്രിസ്തു. ഇത് വലിയൊരു മേഖലയാണ്. അപ്പൊ നമ്മൾ അറിവിലേക്ക് വരണം. ദൈവം അയച്ച വചനങ്ങള്, നമ്മൾ ആ വചനത്തിലേക്ക് വീണ്ടും തിരികെ വരണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ യെശയ്യാ 58 നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. എന്താണ് നമ്മൾ യഥാർത്ഥ ഉപവാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദൈവം നമുക്ക് മുമ്പിൽ സ്വാതന്ത്ര്യം വെച്ചിട്ടുണ്ട്. നന്മയോ തിന്മയോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? ഒരു കാര്യം, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ, നമ്മുടെ ആഗ്രഹമല്ല. ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ദൈവം നിന്നോടൊപ്പം ആയിരിക്കാനാണ്. അതാണ് സങ്കീർത്തനം 27 നമ്മളെന്ന് കേട്ടത്. വീണ്ടും അവിടെ തന്നെ പറയുന്ന 8-ാമത്തെ വചനം, എൻ്റെ മുഖം തേടുവനെന്ന് അവിടുന്ന് എന്നോട് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു, അങ്ങയെ തേടുകയാണ്, അങ്ങയുടെ ഇഷ്ടം തേടുകയാണ്. എന്നെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. കർത്താവെ, വീണ്ടും പറയാണ് 11-ാമത്തെ വചനം, കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. എനിക്ക് നഷ്ടപ്പെട്ടു, വഴി തെറ്റിപ്പോയി. അതാണ് മാനസാന്തരം. എനിക്ക് വഴി തെറ്റിപ്പോയി എൻ്റെ ദൈവമേ. ഞാൻ തിരിച്ച അനുതാപത്തോടെ നിന്റെ വഴിയിലേക്ക്, വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് മടങ്ങി വരാൻ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ വഴിതെറ്റിക്കാൻ ലോകത്തിൽ സാത്താൻ എനിക്ക് കെണിയൊരുക്കി വെച്ചിരിക്കുന്നതിനാൽ, അല്ലെ, എനിക്ക് ശത്രുക്കളെന്ന് എപ്പോഴും പറയുമ്പോൾ വീണ്ടും ചെന്ന് ഒരു മനുഷ്യനാണ് ശത്രു. ഒരു മനുഷ്യൻ നമ്മുടെ ശത്രുവല്ല. ആ ഒരു അറിവും വേണം. സാത്താൻ മാത്രമാണ് നമ്മുടെ ശത്രു. ബാക്കിയെല്ലാം നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലേ? അവരുടെ ഉള്ളിലുള്ള ആത്മാവും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനും ഒരേ രൂപമാണ്, ഒരേ നിറമാണ്, ദൈവപിതാവിൻ്റെ രൂപമാണ്. നമ്മുടെ സഹോദരങ്ങളാണ് അവർ നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കരുത്. അവർ നമ്മളെ വേദനിപ്പിച്ച്, അവർ നമ്മളെ വഞ്ചിച്ച്, നമ്മുടെ ജീവിതം തകർത്തവരെ. പക്ഷെ അവരല്ലത്, സാത്താൻ അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതാണ് ഈശോ, പിതാവേ, അവരെന്താ ചെയ്യുന്ന അവരറിയുന്നില്ലപ്പാ, അവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ ജീവിതം മുഴുവനും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു പ്രിയമുള്ളവരെ. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ദൈവ വഴിയിലേക്ക് നമ്മൾ മടങ്ങി വരാനായിട്ട് നമ്മുടെ പ്രവർത്തനം ആവശ്യമാണ്. നമുക്കതിനു വേണ്ടി ഇന്ന് ആഗോളസഭയിലെ പ്രതിവേദ സങ്കീർത്തനം 147 അവിടെ ദൈവത്തിൻ്റെ
ദൈവം ഭൂമിയിലേക്ക്, സംഗീതത്തിന് 147:15 വചനമാണ്, ദൈവം ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം നമ്മൾ ചിന്തിച്ച അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ മഞ്ഞ് പെയ്യുന്നത്, അതുകൊണ്ടാണ് ആലിപ്പഴം വീഴുന്നത്, അതുകൊണ്ടാണ് ഭൂമിയിൽ തണുപ്പുണ്ടാകുന്നത്, അതുകൊണ്ടാണ് മഞ്ഞ് ഉരുകുന്നത്, അതുകൊണ്ടാണ് ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ദൈവവചനം അവിടെ കടന്നു വരുന്നതുകൊണ്ടാണ്. അതിന് മാറ്റമില്ല. കാരണം ആകാശവും ഭൂമിയൊന്നും വചനം മാറ്റുന്നില്ല. അതിനൊന്നും സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ നമ്മളെ പോലെയല്ല. അതിൽ വചനം നിലനിൽക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് മനസ്സ് വയ്ക്കാം, എൻ്റെ ദൈവം നിന്റെ വചനം പാലിക്കാനല്ലേ. നമ്മുടെ കല്യാണത്തിന് മനസ്സുയോതിയില്ലായിരുന്നു. നിനക്ക് മനസ്സാണോ? അതേ, മനസ്സാണെന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മളോട് കർത്താവ് എൻ്റെ കൂടെ വരാൻ നിനക്ക് മനസ്സാണോ എന്ന് ചോദിക്കുകയാണ് ഈശോ. പറയണേ, കർത്താവ് എനിക്ക് മനസ്സാണ്, വഴി തെറ്റിപ്പോയപ്പാ, ലോകമോഹങ്ങളുടെ പിന്നാലെയൊക്കെ പോയി എനിക്ക് വഴി തെറ്റിപ്പോയി, എനിക്ക് നിന്റെ പുറകെ വരാൻ എൻ്റെ മനസ്സ് തരണമേ കർത്താവേ. നിന്നെ അനുഗമിക്കാനുള്ള മനസ്സ് തരണമേ കർത്താവ്. നിന്റെ വചനം നഷ്ടപ്പെട്ട ആ വചനം, നിന്റെ പ്രോഗ്രാം ഞങ്ങളിൽ വീണ്ടും നിക്ഷേപിക്കണമേ കർത്താവേ. നമുക്കതിനായി ആഗ്രഹിക്കാം, സമർപ്പിക്കാം. അല്ലെ, ഈശോ യോഹന്നാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം, യോഹന്നാൻ 10:35, ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ. ദൈവത്തെ പോലെ ആക്കി നമ്മളെ. ദൈവത്തിന്റെ രൂപം നമുക്ക് തിരികെ തന്നു. ദൈവവചനം ആരും സ്വീകരിച്ചോ അവരെ ദൈവമക്കളാക്കി മാറ്റി. ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ 6 പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുകയാണ് അല്ലേ, നമ്മുടെ എല്ലാ പ്രവർത്തിക്കുന്ന ശരീരത്തിലാണ്. പക്ഷേ ഈ ഒരു വചനം പറയും, യോഹന്നാൻ 6:63, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതത്തിന് ഉപകരിക്കും, പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി ഒരു പ്രയോജനമില്ല. നിത്യതയിലേക്ക് ഈ ശരീരം കയറാൻ പോകുന്നില്ല. ഇത് രൂപാന്തരപ്പെടണം. ഒന്നെങ്കിൽ ജീവനോടെയാണ് നമ്മൾ ഇരിക്കുന്നത്, യേശുവിൻ്റെ വരവെങ്കിൽ ഇത് നൊടിയിടുകൊണ്ട് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശരീരം പോലെ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യമായതുകൊണ്ട് യേശു ദൈവപിതാവിൻ്റെ രൂപമാണ്. അപ്പോൾ യോഹന്നാനിലെ പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും യേശുവിനെ പോലെ ആയിത്തീരും. താപോർമൽ യേശു രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഉള്ളത് കൊണ്ട്, നമ്മുടെ ശരീരം രൂപപ്പെട്ടുകൊണ്ട് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും. ദൈവസന്നിധിയിലേക്ക് കയറാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇവരുടെ പ്രിയ പുത്രനാകുന്നു യേശുവിനെ നോക്കിയാണ് പിതാവ് പറഞ്ഞത്. അപ്പൊ നിത്യത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് യേശുവിന്റെ രൂപം വേണം. നമ്മളെ യേശുവിന്റെ രൂപം ധരിപ്പിക്കുകയാണ്. ദൈവജന ആരുടെ അടുത്തേക്കൊന്നും അവരെ അവൻ ദൈവങ്ങളെ ദൈവമക്കൾ എന്ന് വിളിച്ചു. നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മളെ യേശുവിന്റെ രൂപത്തിലാക്കിക്കൊണ്ടാണ്. ഇത് യേശുവിന്റെ രൂപത്തിലാണ് നമ്മൾ, അവന്റെ രൂപത്തിലാണ് നമ്മൾ അങ്ങോട്ട് നിത്യത്തിലേക്ക് കയറുക. അവനെ പോലെ വെണ്മ വസ്ത്രം ധരിച്ചുകൊണ്ട് വീണ്ടും 6:63 യോഹന്നാൻ പറയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, നിത്യജീവൻ. ഈ ശരീരം നിത്യത്തിലേക്ക് കയറുന്നില്ല. വരാനുള്ള ഒരിക്കലും അവസാനിക്കാത്തൊരു നിത്യത. നമുക്കൊന്ന് വേറൊരു ശരീരം കിട്ടും, പേടിക്കൊന്നും വേണ്ട. ഇതിനേക്കാളും നല്ലൊരു ശരീരം കിട്ടും, ഒരു ആത്മീയ ശരീരം. അത് 1 കൊരിന്ത്യർ 15 മുതൽ വചനങ്ങളിൽ പൗലോസിലെ പറയുന്നുണ്ട്. നമുക്ക് വേറൊരു ശരീരം അവിടെ വായിക്കും. 1 കൊരിന്ത്യർ 15 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ശരീരം, നല്ലൊരു ശരീരം. ഇപ്പോൾ പറയും ചുക്കിച്ചൊളിഞ്ഞതും വേദനയുള്ളതും നമ്മളൊന്ന് ആഗ്രഹിക്കുന്നതൊന്ന് മാറിക്കിട്ടിയല്ലേ. നമ്മളൊന്ന് ചില പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ നോക്കുന്നു നമ്മുടെ ശരീരത്തിൽ മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് മാറണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ രൂപം നമുക്ക് തരുന്നൊരവസ്ഥ. നമ്മുടെ നിത്യത്തിലേക്ക് ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് നമ്മളിലുള്ള ആത്മാവ്, നമ്മളിലുള്ള ചൈതന്യം, നമ്മുടെ ആത്മാവ്. ശരീരവും മനസ്സും ആത്മാവല്ലേ നമ്മൾ. അപ്പൊ നമ്മളിലുള്ള ആത്മാവാണ് നമുക്ക് നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ. ശരീരം ഒന്നിനും ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ നിങ്ങളുടെ മേൽ അയച്ച ആ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇന്ധനമാണ്, ആ പ്രോഗ്രാമാണ് നമ്മുടെ നിത്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കുക എന്നാണ്. ഈശോ എന്ന സുവിശേഷത്തില് നമ്മളോട് പറയുന്ന ഇതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം തന്നെയാണ് 17 നിയമത്തെയോ അല്ലെങ്കിൽ വചനത്തെയോ പ്രവാചകന്മാരെ അസാധുവാക്കാൻ ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു.
വിചാരിക്കരുത് അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ. നമുക്ക് തെറ്റിപ്പോയ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വചനങ്ങൾ യേശു തൻ്റെ സഹനത്തിലൂടെ നിറവേറ്റി സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായതെന്നാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. സാത്താൻ എന്തെല്ലാമാണോ എന്നിലും നിങ്ങളിലും നമ്മുടെ മക്കളിലും കഴിഞ്ഞുപോയ തലമുറയിലൊക്കെ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കി അതെല്ലാം നേരെയാക്കാനായിട്ടാണ് സൃഷ്ടാവായ കർത്താവായ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ട് എല്ലാം നേരെയാക്കും. നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴല്ല, നമ്മളാരും പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല. 2000 വർഷം മുമ്പ് കാൽവരിക്കുരിശിൽ സാത്താനോട് പോരാടി അവനെ പുറത്താക്കിയിട്ട് അവന്റെ യേശു തന്റെ ആത്മാവിനെ പന്തക്കുസ്താ നാളിൽ നമുക്ക് നൽകി തിരുസഭ സ്ഥാപിച്ചുകൊണ്ട് തിരുസഭയിലൂടെ നമ്മുടെ രൂപം മാറ്റിയെടുക്കുന്ന കുദാശകളിലൂടെ, മാമോദീസ എന്ന കുദാശയിലൂടെ, കുമ്പസാരം എന്ന കുദാശയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ വിവാഹം ഒരു കുദാശയാക്കി മാറ്റി അത് വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിന്റെ രൂപമുള്ള ഭൂമിയിൽ ഒരു ജീവിതം നമുക്ക് നൽകിയ തിരുസഭയാണ് ദൈവം നമ്മളെ പുതുതാക്കുന്ന ദൈവത്തിന്റെ ഫാക്ടറി എന്ന് വേണേൽ പറയാം ഭൂമിയിൽ ഇപ്പോഴും. അതാണ് നമ്മൾ തിരുസഭയിലായിരിക്കുന്നത്. നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള പുതിയ രൂപം തരുന്നത് അവിടെയാണ് യേശു നമ്മൾ പ്രവർത്തിക്കുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പൂർത്തിയാക്കാനാണ് വന്നത്. സ്വർഗരാജ്യത്തിൽ ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഞങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ലാതായി തീർന്നുകൊണ്ട് കുദാശിയായി കാൽവരിയിലെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കുരിശിൽ തൂക്കപ്പെട്ട ഒരു പുഴുവിനെ പോലെ, കണ്ടാൽ അറയ്ക്കുന്ന മറ്റുള്ളവർ കാർക്കിച്ച് തുപ്പുന്ന ഒരു ശാപഗ്രസ്തരെ പോലെ യഹൂദൻ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി അത്രയും ശാപം ഏറ്റെടുത്തുകൊണ്ട് തൂങ്ങപ്പെട്ടവനായി കുരിശിൽ കിടന്ന ഈശോയും ഇന്ന് ഭൂമിയിൽ മരിച്ചുയർന്ന് ജീവിക്കുമ്പോഴും ഏറ്റവും എളിമയുള്ളവനായും വാനമേഘങ്ങളിൽ അതിമഹത്വത്തോടെ പ്രതാപത്തോടെ എഴുന്നള്ളി വരുന്നതുവരെയും ഇന്നും എളിമ പരിശീലിക്കാം. മഹാവലിയ ദേവാലയത്തിൻ്റെ ഉള്ളിലെ ചെറിയ ഒരു പെട്ടിയുടെ ഉള്ളിൽ ദിവ്യകാരുണ്യമായി ഒതുങ്ങി ഞങ്ങളെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.